സ്പോർട്സ് ജേർണലിസ്റ്റായ ശ്രീ രമേശ് മാത്യു കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ രമേശ് മാത്യു, അങ്ങേക്കറിയാമല്ലോ, ഇപ്പോൾ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ഇതൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് ഫുട്ബോളിനെ സമീപിക്കുന്ന അവരുടെ ഷെഡ്യൂളിംഗ് അടക്കമൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഒരു 150 കോടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ വരില്ല, അടുത്ത വർഷം ഇന്ന മാസം വന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്ക് ആണോ ഇപ്പോൾ ഈ സ്പോൺസറൊക്കെ പറഞ്ഞ പോലെ? അങ്ങനെ നമുക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? നിങ്ങൾക്കറിയാവല്ലോ, ഇവിടെ ആൾക്കാരെ എന്തും പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. എന്ത് കാര്യം ഇപ്പൊ നമുക്ക് കാണാമല്ലോ, എത്ര ഈ പ്രൈവറ്റ് ഫിനാൻസിയേഴ്സ് ആണ് ഓരോ ഓഫറുകൾ കൊടുക്കൊണ്ട് ആളുകളെ കളിപ്പിക്കുന്നത്, വലിയ വലിയ പൈസ. എന്നാലും ആൾക്കാർ പോയി പിന്നെയും ചാടുകയല്ലേ. അപ്പം ഇത് ഈ ഫിനാൻസുകാർ കാണിക്കുന്നതിനേക്കാളും വലിയ തരികിട ഗവൺമെന്റ് ലെവലിൽ പോലും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലവിൽ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ 150 കോടി രൂപ അദ്ദേഹം മറ്റേ കഴിഞ്ഞ ദിവസം ഒരാള് TV പറയുന്നത് കേട്ടു, ഏതോ ചാനലുകാരൻ പറയുന്നത് കേട്ടു, എന്നാ ഇതുപോലെ 150 കോടി രൂപ ഞങ്ങളല്ല 130 കോടി അടച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റ് അയാൾ കാണിക്കട്ടെ, പബ്ലിക് ഡൊമൈനിൽ കാണിക്കട്ടെ, അടച്ചിട്ടുണ്ട്. 130 കോടി രൂപ വെറുതെ ചുമ്മാതെ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ, അതിന് എന്തെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസ് കാണണമല്ലോ. ഇത് ചുമ്മാതെ അങ്ങ് പറയും 130 കോടി അടച്ചു. ഇത് വല്ലതും സ്പാനിഷ് ഭാഷയെ പറഞ്ഞാൽ അന്നേരം തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെല്ലേണ്ടവർ എടുത്ത് ചെല്ലും, അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയെ പറഞ്ഞാൽ അതിന് പലരും എടുത്തോട്ടും അങ്ങോട്ട് ചെല്ലും. പക്ഷെ ഇത് ചുമ്മാതെ 150 കോടി അങ്ങനെയാണ് അതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇവിടെ അല്ല കൊടുത്തത്, വേറെ എവിടെയെങ്കിലും കൊടുത്തതെന്ന് വെച്ചാൽ അത് ഹവാല ട്രാൻസാക്ഷൻസിന്റെ ഇതിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ ഇടിയും ഇവരും ഒക്കെ ഇടപെടേണ്ട സാഹചര്യം വരും. ഇപ്പൊ നിങ്ങൾ തന്നെ എന്തു പറഞ്ഞാലും നമ്മുടെ ആൾക്കാരെ പൊട്ടന്മാരാക്കാവുന്ന നമുക്ക് തന്നെ അറിയാം. ഇവിടെ ഇപ്പം മെസ്സിയുടെ കൂടെ തന്നെ വേണമെങ്കിൽ ഇവിടെ ഇപ്പം മരിച്ചുപോയ ഏതെങ്കിലും പ്ലെയർ വരുന്നെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം എവിടെ വന്നു. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇതുപോലുള്ള രാജ്യങ്ങളിൽ എവിടെയും ഇതൊക്കെ സംഭവിക്കും. നമ്മളൊരു എക്സെപ്ഷൻ ഒന്നും അല്ല. നമ്മളത്ര പക്ഷേ ഭയങ്കര മിടുക്കന്മാരെന്നൊന്നും പറയാനൊന്നും ഇല്ല. നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ സാധാരണ ആൾക്കാരായിട്ട് കാണാം. എന്ത് കള്ളത്തരവും പൊട്ടത്തരവും പറഞ്ഞ് ശ്രീ രമേശ് മാത്യു, ഇപ്പോഴത്തെ കേരളത്തിലെ ഈ പോക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർ വാക്ക് പാലിക്കുന്നില്ല, അല്ലെ? കോടികൾ വാങ്ങിച്ച് കേസിലിട്ടിട്ട് അവര് വാക്ക് പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? അവരുടെ അടുത്തോട്ട് ഈ ന്യൂസ് ചെല്ലുന്ന പോലും ഇല്ലല്ലോ. അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ദേ ഓൾവേസ് പ്ലേ അഗെയിൻസ്റ്റ് ഈക്വൽ. അല്ല, നമ്മൾ 144 സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്, അതായത് ഫുട്ബോൾ റാങ്കിൽ 144 രാജ്യത്ത് കിടക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവത്തെ പറ്റി ഇവരാരെങ്കിലും ബോധേഡാണോ? അവരൊരു മിനിമം ലെവലിൽ ഒരു വേൾഡ് നമ്പർ 30 അല്ലെങ്കിൽ 40 കളിക്കുന്ന ടീമുകൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പറയും. അല്ലാതെ ഈ 140 150 റാങ്കുകളിൽ കിടക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യത്തെ പറ്റി അവർക്ക് ജസ്റ്റ് ഇതൊക്കെ വെറും കണ്ടന്റോട് കൂടിയായിരിക്കും അവരൊക്കെ നോക്കുന്നത്. ഇത് ഏതെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രാവി ഇന്ത്യയുടെ കോച്ചായിട്ട് വരുന്നെന്ന് പറഞ്ഞ പോലെ ഫ്രാങ്ക് മെയിലായിരുന്നു പറഞ്ഞ പോലെ അത്രയൊക്കെ ആയിട്ടേ കൂട്ടാവുള്ളൂ. ഇതിനപ്പുറം ഇതുപോലെ തന്നെ നടക്കും. ഇനി ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ ആൾക്കാർ ഏറ്റെടുക്കാനും കാണും. ഞാൻ പറയാമല്ലോ, മരിച്ചുപോലെ പ്ലേയേഴ്സ് ഇപ്പം ബ്രസീലിന്റെ സോക്രട്ടീസ് മരിച്ചുപോയെന്നാണ് എന്റെ അറിവ്. അതെ, പുള്ളി മരിച്ചുപോയി. പഴയ ബ്രസീൽ വേൾഡ് കപ്പറായിരുന്നു. പുള്ളി ഇവിടെ കളിക്കുന്ന പറഞ്ഞാൽ അതുപോലും നമ്മുടെ പത്രങ്ങളും ചിലപ്പം ചാനലുകളും അത് വേണമെങ്കിൽ ഉടനെ തന്നെ ടെലികാസ്റ്റ് ചെയ്യും. കാര്യം അവർ വെരിഫൈ ചെയ്യത്തില്ല വെദർ ഹി ഈസ് അലൈവ് ഓർ നോട്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. എന്ത് തരത്തിലും ആൾക്കാരെ കളിപ്പിക്കാൻ പറ്റിയ സാഹചര്യം ഇവിടെ. നമ്മുടെ കായിക വകുപ്പ് മന്ത്രിയാണ് പറയുന്നത് ആ മെസ്സി വരാൻ പോകുന്നത്. നിങ്ങൾ കുറെ നാൾ മുമ്പ് മുഹമ്മദ് അലി മരിച്ചപ്പം മുഹമ്മദ് അലി കേരളത്തിന് വേണ്ടി ഒളിമ്പിക്സ് കളിച്ചെന്ന് വരെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നത്? അത് വിശ്വസിക്കുകയല്ലേ ആൾക്കാർ? മുഹമ്മദ് അലി കേരളത്തിന് വേണ്ടി ഇറങ്ങി ഗോൾഡ് മേടിച്ച ആളാന്ന് വരെ ഇവിടെ ഒരാള് പ്രഖ്യാപനം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാം, നമ്മള് അതിനപ്പുറവും വിശ്വസിക്കും. അത് അത്രേ ഉള്ളൂ. നമ്മളെ ഇനിയും കളിപ്പിക്കും ആൾക്കാര്. ഇനി ഇവർക്ക് തന്നെ വേണേ കളിപ്പിച്ചാലും ആൾക്കാർ വിശ്വസിക്കും. 130 കോടി അങ്ങനെയാണ്. 130 കോടിയുടെ അയാളുടെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ്, ശരിയായിട്ടുള്ള എവിഡൻസ് കാണിക്കട്ടെ. അതിന് പകരം വെറുതെ ഫേക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ അന്നേരം ആ പറഞ്ഞ ആളെ പിടിച്ച് അകത്തിടും ഇടി. അതെ, ശരി. വളരെ നന്ദി ശ്രീ രമേശ് മാത്യു പ്രതികരണം അറിയിച്ചത്.